യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന സമാധാന പദ്ധതിയിൽ 14 പുതിയ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുകയാണ്. അതിലൊന്നാമത്തേത്, ഉപരോധമെല്ലാം ആശ്വാസത്തോടു കൂടി നീക്കം ചെയ്യുന്ന വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടാവണം. നിലവിൽ എത്രയോ വർഷങ്ങളായിട്ട് അമേരിക്കയും സഖ്യശക്തികളും ഇറാൻമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം. രണ്ടാമത്തെ കാര്യം, ഹോർമൂസ് കടലെടുക്കിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു പുതിയ ഫ്രെയിം വർക്ക് ഇറാൻ ഉണ്ടാക്കും, അത് അംഗീകരിച്ച് തരണം. സുപ്രധാനമായ കാര്യമായി പറഞ്ഞിരിക്കുന്നത്, യുദ്ധം ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന താൽക്കാലിക വിരാമമല്ല, അനന്തമായി ഇനി യുദ്ധമുണ്ടാവില്ല എന്ന അർത്ഥത്തിൽ യുദ്ധവിരാമം തന്നെ ഉണ്ടായിരിക്കണം, ആ ഉറപ്പ് നൽകണം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ സുപ്രധാനമായി അമേരിക്ക പ്രതീക്ഷിക്കുന്ന ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കുമോ ഇല്ലയോ, ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റും ഈ 14 കാര്യങ്ങളിൽ ഇല്ല എന്ന് വ്യക്തമാകുന്നതായിട്ടാണ് ഈ വിവരങ്ങൾ കിട്ടിയ ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ. ഈ സമാധാന പദ്ധതി രൂപരേഖ അമേരിക്കയുടെ ആവശ്യം കിട്ടിയപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും, എന്നാൽ ഈ പദ്ധതി അംഗീകരിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും കഴിയില്ല എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇന്ന് വെളിപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഇറാൻ കാണിച്ചു കൂട്ടിയതിന് തിരിച്ചടിയായി കിട്ടിയതൊന്നും പോരെ എന്ന അർത്ഥത്തിൽ ട്രംപ് പരിഹാസം മുഴക്കുകയും ചെയ്തതായും ഈ റിപ്പോർട്ടിലുണ്ട്. ഒരു മുന്നറിയിപ്പ് കൂടി പുതിയതായിട്ട് ട്രംപ് നൽകുന്നു. ഏതെങ്കിലും തരത്തിൽ ഇറാൻ പെരുമാറ്റ ദൂഷ്യം കാണിച്ചാൽ അതിശക്തമായ ആക്രമണം പുനരാരംഭിക്കും എന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിന് മറുപടിയായി ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു അന്തിമമായ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ പോലും അമേരിക്ക ആശയക്കുഴപ്പം നേരിടുകയാണെന്ന് തങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഹോർമൂസിലൂടെ ഏത് കപ്പൽ എപ്പോൾ കടന്നു പോകണമെന്ന് തങ്ങൾ തീരുമാനിക്കും, അതനുസരിച്ച് അങ്ങനെയുള്ള കപ്പലുകൾ കടന്നു പോകും എന്ന കാര്യവും ഇറാൻ പറയുകയാണ്. ഹോർമൂസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കപ്പൽ കടത്തിവിടുന്ന വിഷയത്തിൽ മാത്രമായിട്ട് ഒരു നിയമം ഇറാൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കിയതായും ഇറാനിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന കാര്യം നമുക്കറിയാം. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ലോകം കേൾക്കുന്നു. യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഇതിനിടയിൽ അതിശക്തമായ വിധത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വിലവർദ്ധനവ് മുന്നോട്ട് പോകുന്നത്, ഗ്യാസ് വിലവർദ്ധനവ് മാത്രമല്ല കിട്ടാനില്ലാത്ത സാഹചര്യം ലോകം നേരിടുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത വിധമുള്ള ഗ്യാസ് വില വർധനവ് ഇന്ന് പ്രകടമായിരിക്കുന്നു. ഈ മെയ് 3-ാം തീയതി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വരികയാണ്. അതായത് $4.45 4.45 എന്ന് പറയുന്ന ഒരു അക്കം ഈ അടുത്ത കാലത്തൊന്നും ഒരു ഗാലൻ ഗ്യാസിന് അമേരിക്ക കണ്ടിട്ടില്ല. ജനങ്ങൾ പൊറുതിമുട്ടുകയാണെന്ന റിപ്പോർട്ടാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെ നൽകുന്നത്. സമാധാന പരിപാലന പദ്ധതികളൊന്നും നടക്കുന്നില്ല എങ്കിൽ പോലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനുമായിട്ടും ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുമായിട്ടുമൊക്കെ ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ ഏതർത്ഥത്തിൽ ഫലവത്തായി മാറും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു പിടിയില്ല. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ഇന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചതായി അറിയാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ജർമ്മനിക്കും ഒരേ നിലപാടാണ് എന്ന കാര്യം ഇറാൻ മനസ്സിലാക്കണം എന്നാണ് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ഈ ഒരു ആശയവിനിമയത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 2, ഇറാൻ പറയുന്നത് പോലെ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന ആശയം തന്നെയാണ് ജർമ്മനിക്കുള്ളതെന്നും ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതുമായി തങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് ജർമ്മനി തുറന്നു പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് വളരെ പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കണം എന്ന കാര്യം ജർമ്മനി ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനുമേലുള്ള ആക്രമണത്തിൽ വെടിനിർത്തൽ ഇപ്പോഴും തുടരുകയാണ് എങ്കിലും ലെബനോനിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങിങ്ങ് ആക്രമണങ്ങൾ തുടരുന്നതായിട്ടാണ് വിവരം കിട്ടിയിരിക്കുന്നത്. മാർച്ച് 2 മുതൽ ലെബനോനുമേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതിനകം 2600-ലധികം ആളുകൾ ലെബനോനിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. യുദ്ധത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പോൾ UAEയുടെ എയർ സ്പേസുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളൊക്കെ നീക്കി വിമാനങ്ങളൊക്കെ പറക്കാനും പോകാനും വരാനും ഒക്കെ തുടങ്ങുന്ന സാഹചര്യമായല്ലോ. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് എപ്പോൾ ടിക്കറ്റിന് വില കുറയും എന്നെല്ലാവരും നോക്കിയിരിക്കുകയാണ്. അതൊരു പരിഹാരം സത്യം പറഞ്ഞാൽ ഇതുവരെ ആയിട്ടില്ല. അതാകണമെങ്കിൽ ഇന്ത്യൻ വിമാന കമ്പനികൾ കൂടി ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളെല്ലാം പ്രഖ്യാപിച്ച് പഴയ രൂപത്തിൽ തിരിച്ചു വരികയും ഏവിയേഷൻ സ്പിരിറ്റിൻ്റെ വില കുറയുമെന്ന ഘട്ടം പ്രകടമാവുകയും ചെയ്യണം. ഇതാണ് വിദഗ്ധർ പറയുന്നത്. ഈ 2 സാഹചര്യങ്ങളും ഒരുമിച്ച് വന്നാലല്ലാതെ
വില കുറയില്ല എന്നൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത്. അത് രണ്ടും ഒരുമിച്ച് വരട്ടെ എന്ന് ആശംസിക്കാനേ നമുക്ക് പറ്റൂ. കാരണം ചില വ്യക്തികളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെയൊക്കെ വില മാറിക്കൊണ്ടിരിക്കുന്നതും തീരുമാനങ്ങൾ വൈകിക്കൊണ്ടിരിക്കുന്നതും എന്നറിയാമല്ലോ. മെയ് 4 തീയതി തിങ്കളാഴ്ച നാളെ മുതൽ അബുദാബിയിലേക്കുള്ള പോക്കുവരവിൽ 2 ടോൾ ഗേറ്റുകൾ കൂടി ഉണ്ടാകും എന്ന് അബുദാബിയുടെ ക്യൂ മൊബിലിറ്റി അറിയിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മക്തൂം റോഡിൽ ഗന്തൂത്ത് ഏരിയയിലും ഷെയ്ഖ് സായിദ് റോഡിൻ്റെ എക്സിറ്റ് എൻട്രി കറാമ ഒയാസിസ് റോഡിലുമായിട്ടാണ് ഈ 2 പുതിയ ടോൾ ഗേറ്റുകൾ വരിക എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മലയാളികളുടെ മനസ്സിൽ നമുക്കിപ്പോൾ നിൽക്കുന്ന യുദ്ധമെന്ന് പറയുന്നത് ഇന്ന് ഈ ഞായറാഴ്ച രാത്രി കടന്ന് തിങ്കളാഴ്ച പുലർച്ചെയാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം ഏത് വിധത്തിലായി വരും എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്, പന്തയം വെപ്പുകളാണ്, ചെറുതും വലുതുമായിട്ടുള്ള വാതുവെപ്പുകളാണ്, പരസ്പരം സൗഹൃദാന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് പല വിധത്തിലുള്ള വിവാദങ്ങളിലേക്കുള്ള തർക്കങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്. ഏതായാലും വോട്ടെണ്ണൽ രാവിലെ UAE സമയം 6:30 ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 1/4 മണിക്കൂർ കൊണ്ട് പ്രാഥമിക ട്രെൻഡ് വ്യക്തമാവുകയും പിന്നീട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഗതി എങ്ങോട്ട് പോകുന്നു എന്നുള്ള വ്യക്തമായ ചിത്രം വരാൻ തുടങ്ങുകയും ചെയ്യുന്ന സംവിധാനമാണല്ലോ ഈ ഇലക്ട്രോണിക് വോട്ടെണ്ണലിലൂടെ നടക്കുക. ഏതായാലും 2-2.5 മണിക്കൂറിനിടയിൽ കേരളം തുടർഭരണമാണോ UDF ഭരിക്കുമോ ഈ വിഷയം നമ്മൾ അറിയും. BJP എത്ര സീറ്റ് പിടിക്കും? ഈ അവകാശവാദങ്ങളുടെയൊക്കെ ആകത്തുക ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിൽ ചിത്രം വ്യക്തമാകും. അപ്പോൾ ഞങ്ങളൊരു കാര്യം പറയുന്നത്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഈ ഗൾഫ് മേഖലയിൽ മാധ്യമ രംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പരിചയത്തിൽ നിന്നുകൊണ്ട് തത്സമയം അപ്ഡേറ്റുകൾ ഏറ്റവും പുതിയതായിട്ട് കൃത്യമായിട്ട് എത്തിക്കുന്നതിന് വേണ്ട വിപുലമായൊരു സംവിധാനം കേരളത്തിലെ നെറ്റ്വർക്കുകളുമായി ആലോചിച്ചും പങ്കാളിത്തം ചേർന്നുകൊണ്ടും ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഒപ്പം പലപ്പോഴും മറ്റ് പല ഭാഗത്തുനിന്നും കിട്ടാത്ത വിധത്തിലുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് സ്വർണം സമ്മാനമായിട്ട്, ഷോപ്പിംഗ് വൗച്ചറുകൾ സമ്മാനമായിട്ട്, പണം സമ്മാനമായിട്ട് ഒക്കെ കിട്ടാവുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. വളരെ ലളിതമായ ചോദ്യങ്ങൾ ഈ ലൈവിനിടയ്ക്ക് ഉണ്ടാകും. അതൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് രാവിലെ UAE സമയം 6 മണി മുതൽ ഒപ്പമുണ്ടാവുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കാനുള്ള അവസരങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ സ്പോൺസർമാരും ഒരുക്കുകയാണ്. എല്ലാവർക്കും ചിന്തകൾ പോലെ നല്ലത് വരട്ടെ എന്നാശംസിക്കുന്നു. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.